السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. لآل البيت عز لا يزول وفضل لا تحيط به العقول. ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, സഹോദരങ്ങൾ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവനിഷ്ടപ്പെട്ട നമ്മുടെ മശായിഖ്, അവന്റെ ഇഷ്ട അടിമകളായ മഹത്തുക്കൾ, അവരുടെ മദദ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും തന്ന് നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞായറാഴ്ചയിലെ ആദർശ പഠന ക്ലാസ്സാണ്. വളരെ വൈകിയാണെങ്കിലും ഒരല്പസമയം ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഇന്ന് മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുഗ്രഹീത മാസമായതുകൊണ്ട് തന്നെ കറാമാത്തു ശൈഖ് അർ-റിഫാഇ റളിയല്ലാഹു അൻഹു എന്ന അഡ്രസ്സിൽ ഒരൽപ്പമാണ് സംസാരിക്കുന്നത്. മഹാനായ ശൈഖ് റിഫാഇ തങ്ങളുടെ കറാമാത്ത് അഥവാ അവിടുത്തെ ആദരവുകൾ, ബഹുമാനങ്ങൾ പറഞ്ഞു തീർക്കണം എന്ന ഉദ്ദേശത്തോടെ അല്ലല്ലോ നാം പറയുന്നത്. അതിന് നമുക്ക് സാധ്യവുമല്ല. നാം എന്തെങ്കിലും പറയുമ്പോൾ അതുവഴി നമ്മൾക്ക് തബറുക്ക് കിട്ടും, പുണ്യം നേടാൻ പറ്റും എന്ന ആ നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ഒരൽപ്പം സംസാരിക്കുന്നത്. മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലെ ഒരു പേരക്കിടാവാണ് എന്നതുകൊണ്ട് തന്നെ വലിയ ആദരവുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ആ അഹ്ലു ബൈത്തിന് അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ പരമ്പരക്ക് ഇസ്സുൽ ലാ യസൂലു, ഒരിക്കലും നീങ്ങിപ്പോവാത്ത ഇസ്സത്താണ്. അവരുടെ മഹത്വം ഫളലുൽ ലാ തുഹീതു ബിഹിൽ ഉഖൂലു, ബുദ്ധികൾക്ക് വിലയിരുത്താൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലെ വലിയ പവറുകൾ അവർക്ക് ആ കുടുംബമായി എന്നതിന്റെ പേരിൽ തന്നെ ഉണ്ട്. വലിയ കറാമത്ത്, ആദരവുകൾ, ബഹുമാനങ്ങൾ ഉണ്ട്. ധാരാളം അത്ഭുത സിദ്ധികൾ മഹത്വത്തിന്റെ ഭാഗമായി ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രകടമായിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ഒരു കറാമത്താണ്, ആദരവാണ് അവിടുത്തെ തവാളുഅ്. തവാളുഅ് അവിടുത്തെ ഒരു കറാമത്ത്, ആദരവാണ്. അങ്ങേയറ്റത്തും വിനയം പ്രകടിപ്പിച്ച മഹൽ വ്യക്തിയായിരുന്നു. ആ തവാളുഅ് കാരണത്താൽ തന്നെ ധാരാളം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശൈഖ് അവറുകൾ പ്രതിനിധീകരിക്കുന്ന ദർശനമായ പരിശുദ്ധമായ പവിത്രമായ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കാൻ, മുസ്ലിമാവാൻ തയ്യാറായ ധാരാളം ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ കാണും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, കഴിഞ്ഞ പാർട്ടി നമ്മൾ പറഞ്ഞിരുന്നു, 8,000-ഓളം ക്രൈസ്തവര് അദ്ദേഹം കാരണത്താൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതവിടുത്തെ സ്വഭാവവും അവിടുത്തെ ആ മഹത്വവും മനസ്സിലാക്കിയതിന്റെ പേരിലാണ്. അന്ന സ്വാബിയത്തൻ ദഖല സാവിയത്തഹു കാനത്ത് അഅബം മിന സഫർ, യാത്ര ചെയ്ത് ക്ഷീണിച്ച
ഒരു ക്രിസ്തീയ മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ ഏരിയയിൽ വന്നു. അദ്ദേഹം താമസിക്കുന്ന ഭാഗത്തേക്ക് വന്നു. അങ്ങനെ ഷെയ്ഖും അവിടെ വന്നപ്പോ ഫഖാല ചോദിച്ചു, അൻത തഅബു മിന സഫർ, നീ യാത്ര ചെയ്ത് ക്ഷീണിച്ച ആളാണ് അല്ലേ? അതെ, യാത്ര ചെയ്ത് ക്ഷീണിച്ച ആളാണ്. ഉടനെ വജാഅഹു ബിദഖീഖിൻ വമാഇൻ വഹയ്യ ലഹു ആലത്തൽ ഖുബ്സി. മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പോയി കുറച്ച് പൊടി, ഗോതമ്പിന്റെ മാവ്, ഗോതമ്പിന്റെ പൊടിയും അതുപോലെ തന്നെ വെള്ളവും പിന്നെ അത് റൊട്ടിയാക്കാനുള്ള ഒരു മെഷീനും അതും കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ നമ്മൾക്ക് സംശയം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് റൊട്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്താൽ അത്രയും സൗകര്യമായിരിക്കുമല്ലോ. പക്ഷേ പൊടിയും വെള്ളവും അത് റൊട്ടിയാക്കാനുള്ള മെഷീനും എത്തിച്ചു കൊടുത്തുകൊണ്ട് ശൈഖ് അവറുകൾ പറഞ്ഞു, വഖാല ലഹു ഇസ്നാഇൽ ഖുബ്സ്, റൊട്ടി നിങ്ങൾ ഉണ്ടാക്കിക്കോ. കാരണം അതിന്റെ രഹസ്യം എന്തായിരുന്നു? ഹും ലാ യകുലൂന ഖുബ്സൻ അമിലഹു മുസ്ലിമുൻ, ഒരു മുസ്ലിം ഉണ്ടാക്കുന്ന റൊട്ടി തിന്നാത്ത ഒരു വിഭാഗമായിരുന്നു അവര്. മുസ്ലിം ഉണ്ടാക്കുന്ന റൊട്ടി അവർ കഴിക്കൂല. ഇത് മനസ്സിലാക്കിയാണ് മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു റൊട്ടി ഉണ്ടാക്കാനുള്ള മെഷീനുമായി വന്നത്. അങ്ങനെ അദ്ദേഹം റൊട്ടി ഉണ്ടാക്കി കഴിച്ചു. പോകാൻ സമയത്ത് ഹുമ്മ വക്കല ബിഹിലാമൻ യൂസിലു ഇലാ ഐസു യഖ്തഉ നഹ്റു ദജ്ല, അദ്ദേഹത്തിന് പോവേണ്ട വഴിയിലേക്ക് തിരിയുന്നിടത്തോളം ആ റൂട്ട് കാണിച്ചു കൊടുക്കാനും മറ്റുമൊക്കെയായി ഒരാളെ ഏൽപ്പിച്ചു വിട്ടു. അങ്ങനെ ആ ക്രിസ്ത്യാനി വീട്ടിൽ ചെന്നു. വീട്ടുകാർ സ്വാഭാവികമായിട്ടും ചോദിച്ചു എന്തൊക്കെ യാത്രാ വിശേഷങ്ങൾ, സംഭവിച്ചതൊക്കെ പറഞ്ഞു. ഉടനെ ആ വീട്ടുകാരും അതാ ഫഅസ്ലമ വഅഹ്ലുഹു വജമാഅത്തു മിനൽ കുഫാർ, ഈ സംഭവം ഫ്ലാഷായി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വീട്ടുകാരും അതുപോലെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ടതുമായ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അവിടുത്തെ വിനയം കാരണത്താൽ, സ്വഭാവം കാരണത്താൽ. ഇത് അവിടുത്തെ ഒരു കറാമത്താണ്. ഏറ്റവും വലിയൊരു കറാമത്ത് തന്നെയാണ് അവിടുത്തെ വിനയം. മറ്റൊരിക്കൽ ഒരു ജൂതൻ മഹാനായ ശൈഖ് റിഫായി തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം. എന്താ ചോദ്യം? അൻത അഫ്ളലു അം കൽബുൻ, നിങ്ങളാണോ ഒരു നായയാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? നിങ്ങളാണോ നായയാണോ ശ്രേഷ്ഠമായത്? അള്ളാഹുവിന്റെ ഇഷ്ടാടിമകളാണെങ്കിൽ അഥവാ യഥാർത്ഥത്തിലുള്ള ഒരു വലിയാണെങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഫഖർ പറയൂല, ഞാനാണ് വലിയവൻ എന്ന് പറയൂല. അത് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ആ ജൂതൻ അങ്ങനെ ചോദിച്ചത്, നിങ്ങളാണോ ഒരു പട്ടിയാണോ ഏറ്റവും ശ്രേഷ്ഠത? എന്നാൽ വളരെ ചിന്തിക്കുന്ന ഒരു മറുപടിയാണ് മഹാനായ ശൈഖ് അവറുകളിൽ നിന്ന് ഉണ്ടായത്. ഫഖാല ഇന്ന ജൗതു അല സിറാത്തി ഫഅന അഫ്ളലു. മഹാനായ ശൈഖ് റിഫായി തങ്ങളുടെ മറുപടി എന്താണ്? പട്ടിയാണ് ഉസാറ് എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാനാണ് ഉസാറ് എന്നും പറഞ്ഞില്ല. പറഞ്ഞതെങ്ങനെ? ഇന്ന ജൗതു അല സിറാത്തി ഫഅന അഫ്ളലു, ഞാൻ സിറാത്ത് പാലം കടന്നാൽ ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. സിറാത്ത് പാലം എനിക്ക് കടക്കാൻ പറ്റിയാൽ ഞാൻ അഫ്ളലാണ്, അല്ലെങ്കിൽ പട്ടിയാണ് എന്നർത്ഥം. സ്വാഭാവികമായിട്ട് ഇതേപോലെ സമാനമായ ഒരു സംഭവം മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്ക് സംഭവത്തിന്റെ സിർറ്, രഹസ്യം നമ്മൾക്ക് മനസ്സിലാവും. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കുപ്പത്തൊട്ടിയിൽ നിന്ന് വലിച്ചെറിയുന്ന, കുപ്പത്തൊട്ടിയിലുള്ള വേസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹോട്ടലിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഒരു പട്ടി വന്ന് കഴിക്കുകയാണ്. ആ പട്ടി ഒരു ശബ്ദം ഉണ്ടാക്കി. ആ വേസ്റ്റ് ഭക്ഷണം ഇലയിൽ നിന്ന്, കുപ്പത്തൊട്ടിയിൽ നിന്ന് പട്ടികൾ സാധാരണ കഴിക്കുന്ന അവരുടെ അവകാശം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. ഏതായാലും ആ പട്ടി ഒന്നിങ്ങനെ മൊരണ്ടു ഫനബഹക്കൽബുൻ എന്നുണ്ട്. പട്ടിയൊന്ന് ഒച്ചയിട്ടു. ആ സമയം മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുൽ മിമ്മാ യലീക്, പട്ടി ഈ ചൂടാകല്ലേ, ഈ ദേഷ്യം പിടിക്കല്ല, ശബ്ദിക്കല്ല, മൊരണ്ടല്ല, നീ ഒച്ച ഉണ്ടാക്കല്ല. കുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്തുള്ള നീ കഴിക്കുക. വാന ആക്കിലും മിമ്മാ യലീനി, എന്റെ ഭാഗത്തുള്ള ഞാനും കഴിക്കാം. ഇവിടെ നമ്മൾ സമന്മാരാണ്.
ഈ ഭക്ഷണം മുൻപിൽ നീയും ഞാനും ഒക്കെ സമന്മാരാണ്. എനിക്ക് ഉള്ളത് ആ ഭാഗം കഴിച്ചോ, എനിക്കുള്ള ഭാഗം ഞാനും കഴിക്കാം. ഇവിടെ നമ്മൾ സമന്മാരാ. നേരെ മറിച്ച് ഇൻ ജുസ്തു സിറാത്ത് ഫഅന ഖൈറും മിൻക, ഇൻ ജുസ്തു സിറാത്ത് ഫഅന ഖൈറും മിൻക. ഞാൻ സിറാത്ത് പാലം കടന്നാൽ ഉവൈസ് എന്നെക്കാണാൻ ഉന്നതനാണ്. വഇല്ലാ ഫഅൻത ഖൈറും മിന്നി, അതല്ലെങ്കിൽ പട്ടി നീയാണ് എന്നെക്കാണാൻ ഉന്നതൻ. അപ്പൊ സിറാത്ത് പാലം എനിക്ക് കടക്കാൻ പറ്റിയാൽ ഞാൻ ഉന്നതനാണ്. ഈ ഒരു മറുപടിയാണ് മഹാനായ ശൈഖ് റിഫായി തങ്ങൾ ആ പട്ടിയോട് പറഞ്ഞത്, ആ ജൂതനോട് പറഞ്ഞത്. പട്ടിയേക്കാൾ ഞാൻ ഉന്നതനാണ്, പക്ഷേ എപ്പോഴ് ഞാൻ സിറാത്ത് പാലം കടന്ന് രക്ഷപ്പെട്ടാൽ. കാരണം എനിക്ക് തന്ന വിശേഷ ബുദ്ധി, എന്റെ ചിന്താശേഷി, എന്റെ വിവേചന ശക്തി, കാര്യബോധം, പ്രത്യേക സിദ്ധി, അത് ഞാൻ ഉപയോഗപ്പെടുത്തേണ്ട ഈ നശ്വരമായ ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങൾക്കോ അതിനുള്ള മേൽമ നേടുന്നതിനോ അല്ല. എന്റെ യഥാർത്ഥ ലക്ഷ്യം, ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ പാരത്രിക മോക്ഷമാണ്. അവിടെ വിജയിക്കാൻ ആവശ്യമായ വിഷയം അത് ഞാൻ നേടിയാൽ, അതാണ് സിറാത്ത് പാലം കടക്കുക എന്നതിന്റെ രഹസ്യം. അത് ഞാൻ നേടിയാൽ എന്റെ വിശേഷ ബുദ്ധിയെ, ചിന്താശേഷിയെ ഞാൻ ഉപയോഗപ്പെടുത്തി, ഞാൻ രക്ഷപ്പെട്ടു. നേരെ മറിച്ച് അത് ഞാൻ ചെയ്യാതെ ഈ ഭൗതികമായ സുഖത്തിൽ മാത്രം എന്റെ ബുദ്ധിയെയും എന്റെ ശേഷിയെയും സിദ്ധിയെയും ഒക്കെ ചെലവഴിച്ച് ഈ ഭൗതിക സുഖത്തിൽ മാത്രം ഞാൻ ഒതുങ്ങിപ്പതുങ്ങി ജീവിച്ചാൽ, ആഖിറം എന്ന് പറയുന്ന അർത്ഥമുള്ള ജീവിതത്തെ ഞാൻ മറന്നു ജീവിച്ചാൽ, സ്വാഭാവികമായിട്ടും വിവേചനശേഷി ഇല്ലാത്ത ആ പട്ടിയേക്കാൾ ഞാൻ മോശക്കാരനാണ്. അപ്പൊ സിറാത്ത് പാലം കടക്കുക എന്നതാണ് മാനദണ്ഡം. ഇത് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേപോലെ തന്നെയാണ് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ അവിടുത്തെ അങ്ങേയറ്റത്തെ താഴ്മയാണ്. ഇത് പറഞ്ഞതോടുകൂടെ ഫഅസ്ലമ വഅഹ്ലുഹു വകസീറും മിൻ മആരിഫിഹി, ആ ജൂതരും കുടുംബവും അതുപോലെ മറ്റു പല ആളുകളും പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളായി മാറി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ വിനയം കാരണത്താൽ, അവിടുത്തെ ആ വിനയം എന്ന ആദരവ് കാരണത്താൽ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച കഥകൾ കാണാൻ പറ്റും. മറ്റൊരു സംഭവം നമ്മൾക്ക് കാണാം. മഹാനായ ശൈഖ് റിഫായി തങ്ങൾ ഒരു പ്രാവശ്യം തന്റെ അനുയായികളോടൊന്നിച്ച് ഹദ്ദാദിയ എന്ന നാട്ടിലേക്ക് പുറപ്പെട്ടു. ഹദ്ദാദിയ നാടിന്റെ പേർ അങ്ങനെയാണ്. ഫസ്തഖ്ബലഹു അഹ്ലുഹാ വകാന ഫീമൻ ഇസ്തഖ്ബലഹു ബിന്തുൻ അർജാഉ ഹദ്ബാഉ റഅസുഹാ ലൈസ ഫീഹി ശഅറുൻ. ആ നാട്ടുകാർ മഹാനായ ശൈഖ് റിഫായി തങ്ങളെ സ്വീകരിക്കാൻ വന്നു. കൂട്ടത്തിൽ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്? അർജാ, മുടന്തുള്ള, രണ്ടു കാലും ഒരുപോലെ വലിപ്പല്ല, മുടന്തുള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ ഹദ്ബാ എന്ന് പറഞ്ഞാൽ മുതു വളഞ്ഞ, നമ്മൾ കൂന് എന്ന് പറയലോ, കൂന്നിട്ടുള്ള ഒരു ശരീരപ്രകൃതി. കാലിന് മുടന്തുണ്ട്, അതോടൊപ്പം മുതു വളഞ്ഞുകൊണ്ടുമാണ്. മാത്രവുമല്ല തലയിൽ ഒരൊറ്റ മുടിയില്ല. പെൺകുട്ടിയല്ലേ, മുടന്തുണ്ട്, കൂന്നിട്ടുമാണ്, മുതുവിനും വളവുണ്ട്, അതോടൊപ്പം തലയിൽ ഒരൊറ്റ മുടിയുമില്ല. ഈ ഒരവസ്ഥ പെൺകുട്ടികളൊക്കെ അങ്ങനെ ആവുമ്പോ എന്തായിരിക്കും അവസ്ഥ? ആ പെൺകുട്ടി ശൈഖ് റിഫായി തങ്ങളെ കണ്ടപ്പോഴേ ഖാലദിൽ ശൈഖ് അൻ ആലിഹ, ഈ അവസ്ഥ മുഴുവനും പറഞ്ഞ് സങ്കടപ്പെട്ടു. എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോഴെന്നെ മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. ഫഅഫാഹല്ലാഹ്, പെട്ടെന്ന് അല്ലാഹു ആ പെൺകുട്ടിക്ക് ആരോഗ്യം നൽകി. ഇസ്തഖാമത്ത് റിജ്ലുഹ, കാല് ശരിക്കും നിന്നു, മുടന്തണ മാറി. അതുപോലെ മുതുവിന്റെ വളവും നിവർന്നു, കാലും മുതുവും ഒക്കെ ശരിയായി. വനബത്ത ശഅറുഹാ ഫിൽ ഹാൽ, ആ സമയം തന്നെ തലയിൽ മുടി മുളക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു കറാമത്ത് മഹാനായ ശൈഖ് റിഫായി തങ്ങളിൽ നിന്നുണ്ടായപ്പോ ഫസമ്മാഹു നാസു മിൻ ഹീനി, ആ സമയം മുതൽക്ക് ശൈഖ് റിഫായി തങ്ങൾക്കുള്ള ഒരു പേരാണ് ശൈഖുൽ ഉറൈജ. ശൈഖുൽ ഉറൈജ, മുടന്തുള്ള ചെറിയ പെൺകുട്ടിയുടെ ശൈഖ്, മുടന്തുള്ള ചെറിയ പെൺകുട്ടിയുടെ ശൈഖ് എന്ന പേരിൽ മഹാനായ ശൈഖ് അവர்கள் അറിയപ്പെട്ടു. അപ്പോ ശൈഖ് അവകളെ കൊണ്ട് കിട്ടുന്ന ഒരാദരവ്, മഹാനായ ശൈഖ് അവകൾ എന്ത് ദുആ ചെയ്താലും അള്ളാഹു ഇത് കബൂലാക്കിയിരുന്നു എന്നുള്ള ഈ സംഭവത്തെ നമുക്ക് മനസ്സിലാകുന്നത് അവിടുത്തെ വലിയ ആദരവ്. അവിടുന്ന് വഫാത്തിന് ശേഷം അങ്ങനെ തന്നെ മഹാനായ ശൈഖ് റിഫായി തങ്ങൾ പാവങ്ങളോട് അതിയായ താല്പര്യം കാണിച്ചിരുന്ന, അള്ളാഹുവിന്റെ മഖ്ലൂക്കിനോട് വലിയ ബഹുമാനം കാണിച്ചിരുന്ന, ലുത്ഫ് കാണിച്ചിരുന്ന മഹൽ വ്യക്തിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ
ഒമൻ ദഹബ ഇലാ ഖബീരി ശരീഫ് മിനൽ മുസാഫിരീൻ, ആരെങ്കിലും യാത്രക്കാരോ മറ്റോ ഒക്കെ ആയി ക്ഷീണിച്ചുകൊണ്ടോ വിഷമിച്ചുകൊണ്ടോ മഹാനായ ശൈഖ് റിഫായി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്തേക്ക് ചെന്നാൽ, ജായിഅൻ വിശിഷ്യ വിശന്ന് വിശപ്പോടുകൂടെ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ, യജിദു തുആമൻ സാഖിന, അവിടുന്ന് എവിടുന്നോ ആയിട്ട് നല്ല ചൂടുള്ള ഭക്ഷണം കിട്ടും. ഇത് ശൈഖ് റിഫായി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു ആദരവ്. ശൈഖ് റിഫായി തങ്ങളുടെ അടുത്ത് വിശപ്പോടുകൂടെ ചെല്ലുകയാണെങ്കിൽ, ആത്മാർത്ഥമായ മനസ്സും വിശ്വാസവും ഉള്ള ഹൃദയത്തോടുകൂടെ ചെല്ലുകയാണെങ്കിൽ, യജിദു തുആമൻ സാഖിന, നല്ല ചൂടുള്ള ഭക്ഷണം കിട്ടും. ശൈഖ് അവരുടെ ഒരു ആദരവ് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ധാരാളം കറാമത്തുകൾ മഹാനവറുകളിൽ നിന്ന് ഉണ്ടായതായി ചരിത്രത്തിൽ കാണാം. പക്ഷേ അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന, അതിനെയെല്ലാം കവച്ചു വെക്കുന്ന ഏറ്റവും വലിയൊരു കറാമത്താണല്ലോ തുല്യതയില്ലാത്ത കറാമത്ത്. ചരിത്രത്തിൽ വേറെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രബല വീക്ഷണം. അങ്ങനത്തെ ഒരു കറാമത്ത് മഹാനായ ശൈഖ് റിഫായി തങ്ങൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യദു ശരീഫ എന്ന് പറഞ്ഞാൽ ശറഫാക്കപ്പെട്ട കൈ ചുംബിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ഇതവിടുത്തെ വലിയൊരു കറാമത്താണ്. നമ്മളൊക്കെ സാധാരണ കേട്ട ആ സംഭവം തബറുക്കിന് വേണ്ടി പറയാൻ, എന്താണ് ആ സംഭവത്തിന്റെ നിജസ്ഥിതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ രൂപം എന്താണ്? മഹാനായ ഇമാം ഇസുദ്ദീൻ അൽ ഫാറൂഖി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഇർഷാദുൽ മുസ്ലിമീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഈ സംഭവത്തിന്റെ പശ്ചാത്തലം പറയാൻ. ശൈഖ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്ന വിവരമാണ്. അദ്ദേഹം പറയുന്നത് എന്താ? കുന്തു മഅ സയ്യിദി അഹ്മദ് അൽ കബീരി അൽ റിഫാഇ റളിയല്ലാഹു അൻഹു ആമ ഹജ്ജിഹി അൽ അവ്വൽ. മഹാനായ അഹ്മദ് കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആദ്യത്തെ ഹജ്ജിന് പോയ വർഷം അദ്ദേഹത്തിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ശൈഖ് റിഫാഇ തങ്ങൾ പ്രഥമ ഹജ്ജിന് പോയ വർഷം അതേതാ? വദാക്ക സനത്ത് 55 അത് ഹിജറ 555 വർഷത്തിലാണ്. ഹിജറ 555 മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ ആദ്യത്തെ ഹജ്ജ് ചെയ്യുന്നത്. അന്ന് ആ സംഘത്തിൽ ഞാനുണ്ട്. ശൈഖ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനുണ്ട്. മാത്രമല്ല വൽ ഖവാഫിഉ ഖസാദു വലാ 90,000 അംഗങ്ങൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇറാഖ്, ഷാം, പല ഭാഗത്തുനിന്നും ആളുകൾ ഈ വിവരം അറിഞ്ഞ് ശൈഖ് റിഫാഇ തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാനുള്ള ആ സന്തോഷത്തിൽ അന്ന് 90,000 ആളുകളുള്ള വലിയ ഒരു കാഫില, വലിയ ഒരു സംഘമാണ് അന്ന് മദീനയെ ലക്ഷ്യം വെച്ച്, മക്ക മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങിയത്. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞു. ഫലമ്മ അശറഫ അലൽ മദീനത്തിൽ മുനവ്വറ, മുനവ്വറയിലെ മദീന മുനവ്വറയിലേക്ക് ശൈഖ് റിഫാഇ തങ്ങളും അനുയായികളും പുറപ്പെട്ടു. അങ്ങനെ മദീന എത്തിയപ്പോ മസഹാഫിയൻ ഇല അം വസറ അൽ ഹറമ ശരീഫ് അൽ മുഹമ്മദിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹറമിലേക്ക് എത്തുന്നവരെ ഹാഫിയായിട്ട് ചെരുപ്പില്ലാതെയാണ് മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ നടന്നത്. അതുവരെ വാഹനത്തിൽ വന്നിരുന്നു. മദീന വരെ വാഹനത്തിൽ വന്നു. മദീനയുടെ ബോർഡർ എത്തിയപ്പോൾ വാഹനം ഒഴിവാക്കി വാഹനത്തിൽ നിന്ന് ഇറങ്ങി എന്ന് മാത്രമല്ല, ചെരുപ്പ് ഊരി കാലിൽ മറ്റൊരു പാദരക്ഷയോ മറ്റോ ഒന്നുമില്ലാതെ ആദരവിന്റെ ഭാഗമായി മദീന മണ്ണിൽ ചെരുപ്പോടുകൂടെ നടക്കാൻ പാടില്ല എന്ന നിലക്ക് മദീനയുടെ ബോർഡറിൽ നിന്ന് ചെരുപ്പില്ലാതെ ഹറമു ശരീഫ് അൽ മുഹമ്മദിയ എന്ന് പറഞ്ഞാൽ മഹാരാജ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി തങ്ങളുടെ ഹറമിന്റെ അതിർത്തി വരെ, ഹറം വരെ അങ്ങനെ നടന്നു എന്ന് മാത്രമല്ല, ആ നടത്തം വലാ സാല ഹത്ത വഖഫ തിജാഹൽ ഹുജറത്തി അത്തിറത്തി നബവിയ, അങ്ങനെ ഹുജറത്തു ഷരീഫയുടെ നേരെ മുൻപിൽ എത്തുന്നവരെ ആ നടത്തം നടന്നു. മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ 90,000 സംഘം കൂടെയുണ്ട്. ആ വർഷം ഹിജറ 555 മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീന മുനവ്വറയിലെത്തി. ഹുജറത്തു ഷരീഫയുടെ ഭാഗത്തെത്തി, നേരെ മുൻപിലെത്തി. എന്നിട്ട് ഫഖാല അസ്സലാമു അലൈക യാ ജദ്ദി, എന്റെ ഉപ്പ, എന്റെ വലിയുപ്പ,
തങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാമുണ്ട് എന്ന അർത്ഥത്തിൽ അവിടുന്ന് സലാം പറഞ്ഞു. ഉടനെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കസ്സലാമു യാ വലദി. ഹിജ്റത്തു ശരീഫയുടെ ഉള്ളിൽ നിന്ന് ശബ്ദം പുറത്തു വന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കലാം വഅലൈക്കസ്സലാമു യാ വലദി, എന്റെ മോനെ നിനക്ക് അള്ളാഹുവിന്റെ സലാമുണ്ട്, നിനക്കും അള്ളാഹുവിന്റെ സലാമുണ്ട്. അങ്ങോട്ട് ജദ്ദി എന്ന് പറഞ്ഞ് സംബോധന ചെയ്തു, തിരിച്ചിങ്ങോട്ട് വലദി എന്നും. വലിയുപ്പ എന്ന് വിളിച്ചുകൊണ്ട് സലാം പറഞ്ഞു, മോനെ എന്ന് വിളിച്ച് ഇങ്ങോട്ട് പ്രതികരിക്കുകയും ചെയ്തു. സമിഅ കലാമഹു ശരീഫ കുല്ലു മൻ ഫിൽ ഹറമിൻ നബവി. ഈ കലാം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കേട്ടു. നോക്ക്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിറത്തു ശരീഫയിൽ നിന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ സംസാരം പുറത്തേക്ക് വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ആ ശബ്ദം അവിടെ കൂടിയ ആളുകളൊക്കെ കേട്ടു. ഫതവാദദ ലിഹാദിഹിൽ മിൻഹത്തിൽ അളീമത്തി വന്നിഅമത്തിൽ കുബ്റാ. ഈ വലിയൊരു അനുഗ്രഹം, അതിന്റെ അപ്പുറം വേറെന്താ അനുഗ്രഹം? റസൂലുള്ളാഹിന്റെ ശബ്ദം കേൾക്കില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം, ഹയാത്തിലുള്ള അതേപോലെയുള്ള ശബ്ദം ഹിജ്റത്തു ശരീഫിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതിങ്ങ് വന്നതോടുകൂടെ തന്നെ വലിയൊരു അനുഗ്രഹത്തിന്റെ ഭാഗമായി അങ്ങേറ്റത്തെ താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് മഹാനായ ശൈഖ് റിഫായി തങ്ങൾ തേങ്ങി സങ്കടപ്പെട്ട് കരഞ്ഞ് കാൽമുട്ട് കുത്തി അവിടെ ഇരുന്നു. കാലിന്റെ മുട്ട് കുത്തിയിട്ട് ഹിജ്റത്തു ശരീഫയുടെ മുമ്പിൽ ഇരുന്ന് വളരെയധികം താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് സുമ്മക്കാമ, പിന്നെ അവിടെ നിന്ന് എണീറ്റ് നിന്നു. എന്നിട്ടോ അവിടുന്ന് പറഞ്ഞു, വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തുഅളാ ബിഹാ ശഫത്തി. എന്താണ് ശൈഖ് റിഫായി തങ്ങള് ആലപിച്ചത്? ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ. ഞാൻ ദൂരെയാകുന്ന സന്ദർഭം, ഇറാഖിലാകുന്ന സന്ദർഭം, ബഗ്ദാദിലാകുന്ന സന്ദർഭം എന്റെ ആത്മാവിനെ ഞാൻ ഇങ്ങോട്ട് അയക്കുമായിരുന്നു. തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബത്തി, എന്റെ പ്രതിനിധിയായിട്ട് എനിക്ക് പകരമായിട്ട് എന്റെ ആത്മാവ് ഇവിടെ വന്നിട്ട് ഈ മണ്ണിനെ ചുംബിച്ച് വരുമായിരുന്നു. എന്നാൽ വാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹളറത്, അതല്ലെങ്കിൽ വാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത്, അങ്ങനെയൊക്കെ വിവിധ ഉദ്ധരണികൾ കാണാം. ഇപ്പോൾ ഞാൻ തന്നെ ശരീരത്തോടുകൂടെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. കേവലം റൂഹ് മാത്രമല്ല, ശരീരത്തോടുകൂടെ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫംദുദ് യമീനക കൈ തുഅളാ ബിഹാ ശഫത്തി, അവിടുത്തെ ആ വലത് കൈയൊന്ന് തന്നാൽ ഏറ്റവും സറഫാക്കപ്പെട്ട അങ്ങേറ്റത്തെ തബറുക്ക് കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ വലത് കൈയൊന്ന് തങ്ങൾ നീട്ടിത്തന്നാൽ എന്റെ ചുണ്ട് ഞാനിതൊന്ന് വെക്കും. എനിക്ക് എന്റെ ചുണ്ടൊന്ന് വെക്കാമായിരുന്നു. എന്റെ ചുണ്ട് വെക്കാൻ വേണ്ടി അവിടുത്തെ കൈയൊന്ന് തങ്ങൾ നീട്ടിത്തരണം എന്നൊരപേക്ഷ അവിടുത്തെ പേരക്കുട്ടി മഹാനായ ശൈഖ് റിഫായി തങ്ങൾ വലിയുപ്പയോട് പറഞ്ഞപ്പോ ഫമദ്ദയദഹു, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ നീട്ടിക്കൊടുത്തു. റസൂലുള്ളാഹി തങ്ങള് കൈ നീട്ടിക്കൊടുത്തു. അതാ ഫമദ്ദ യദഹു ശരീഫ അന്നൂറാനിയ മിൻ ഖബ്രിഹിൽ അസ്ഹർ അൽ കരീം. വളരെയേറെ പുണ്യമാക്കപ്പെട്ട, വളരെയേറെ ആദരവുള്ള ആ ഖബർ ഷരീഫിൽ നിന്ന് അവിടുത്തെ പ്രകാശപൂരിതമായ വളരെ ശ്രേഷ്ഠതയുള്ള ആ യദു ശരീഫ നീട്ടിക്കൊടുത്തു. ഫഖബ്ബലഹ, മഹാനായ ശൈഖ് റിഫായി തങ്ങൾ ആ കൈ ചുംബിച്ചു. വന്നാസു യൻദുറൂൻ, നേരത്തെ പറഞ്ഞ പോലെ 90,000-ഓളം ആളുകൾ ഇത് നോക്കി കാണുകയാണ്. വഖദ് കാന ഫിൽ ഹറമി ശരീഫി അൽ ഉലൂഫ്, ആയിരങ്ങളാണ് ആ ഹറം ഷരീഫിനൊപ്പം ഉണ്ടായിരുന്നത്. ഹീന ഖുറൂജിൽ യദി ത്വാഹിറത്തിൽ മുഹമ്മദിയ്യ, മഹാനായ സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യദു ത്വാഹിറ, യദു ശരീഫ, ശഫാക്കപ്പെട്ട ആ ശുദ്ധ കൈ പുറപ്പെടുന്ന സന്ദർഭത്തിൽ ആയിരങ്ങളാണ് ഹറം ഷരീഫിൽ ഉണ്ടായിരുന്നത്.
ആ സംഘത്തിലുണ്ടായിരുന്ന അബ്ദുൽ മലിക് ഇബ്നു ഹമ്മാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫറഅയ്തുഹാ, ഞാൻ ആ കൈ കണ്ടു. ഫറഅയ്തുഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യദു ശരീഫയെ ഞാൻ കണ്ടു. വറഅയ്തു കൈഫ ഇസ്തലമഹാ, മഹാനായ ശൈഖ് ഖലീഫ തങ്ങൾ എങ്ങനെയാണ് ചുംബിച്ചത് എന്നതും ഞാൻ കണ്ടു. അതൊരു കാഴ്ച തന്നെയായിരുന്നു. പറയല്ലോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ യദു ശരീഫ് നേർക്ക് നേരെ കാണുക. റിഫായി തങ്ങൾ മാത്രമല്ല, അവിടെ കൂടിയ ആളുകൾ മൊത്തം കാണുക. റിഫായി തങ്ങൾ എങ്ങനെയാണ് അതിന് ചുംബിച്ചത് എനിക്ക് ശരിക്ക് കാണാൻ പറ്റി. അതൊരു വലിയ കാഴ്ചയായിരുന്നു, അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു എന്ന് മാത്രമല്ല, അബ്ദുൽ മലിക് ഇബ്നു ഹമ്മാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഇന്നി ഉഇദ്ദു ഹാദ ശുഹൂദ അൽ ബാഹിറ ദഖീറത്തുൽ മആദ്. എന്താണതൊക്കെ? ഈ ഒരു കാഴ്ചയാണ് ഞാൻ എനിക്ക് നാളെ ആഖിറത്തിലേക്കുള്ള ഒരു നിക്ഷേപ നിധിയായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ആ കൈ ഈ ലോകത്ത് വെച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന ആ ഒരു വലിയ അനുഗ്രഹം, ആ ഒരു വലിയ മഹാത്മ്യം, അതാണ് ഞാൻ ആഖിറത്തിലേക്കുള്ള ഒരു നിക്ഷേപ സാധനമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതെനിക്ക് ആ കാഴ്ച തന്നെ എനിക്ക് ആഖിറത്തിലേക്കുള്ള ഒരു നിക്ഷേപ സ്വത്താണ്, ഒരു നിധിയാണ് എന്ന് മഹാനായ അബ്ദുൽ മലിക് ഇബ്നു ഹമ്മാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ വളരെ മുത്തവാത്തിർ എന്നാണ് ഇതിന് പറയാറ്. എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ആളുകൾ ഉദ്ധരിച്ച ഒരു സംഭവമാണ്. വലിയ വലിയ ഔലിയാക്കന്മാർ, വലിയ മശായിഖ്മാർ ഉദ്ധരിച്ച ഈ അന്നത്തെ യാത്രയിൽ തന്നെ വലിയ മഹത്തുക്കൾ ഉണ്ടായിരുന്നു. ചില ഉദ്ധരണിയിൽ ശൈഖ് ജീലാനി തങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. ചരിത്രപരമായി നമ്മളെ പരിശോധിക്കേണ്ടതാണ്. ഏതായാലും വലിയ മഹത്തുക്കൾ ശൈഖ് ഖലീഫായി തങ്ങളുടെ കൂടെ ആ വരവിൽ ഉണ്ടായിരുന്നു. ആ വിവരം പിൻതലമുറക്ക് കൈമാറിയത് മഹത്തുക്കളാണ്. മഹാനായ ശൈഖ് തഖീയുദ്ദീൻ അൽ ഫഖീഹ്, വലിയ പണ്ഡിതൻ ശൈഖ് തഖീയുദ്ദീൻ എന്നവർ, ഹിജറ 594 വഫാത്തായ തഖീയുദ്ദീൻ അൽ ഫഖീഹി എന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു ഖസീദയിൽ ഇജാതി ബിഹിൽ അംബിയാഉ വഹദീസുൻ റുവാത്തുൽ ഔലിയാഉ സിൽസിലത്തുഹു സാദാത്തു അഹ്ലുൽ മആലി വഹക്കത്തുഹുൽ അഇമ്മത്തുൽ അത്ഖിയാഉ എന്നെഴുതിയത് കാണാം. ഈ സംഭവം അമ്പിയാക്കളിൽ നിന്ന് വന്ന ഔലിയാക്കൾ ഉദ്ധരിച്ച വലിയ മഹത്വമുള്ള സാദാത്ത് നേതൃത്വത്തിലൂടെ, ആ പരമ്പരയിലൂടെ വലിയ മുത്തഖീങ്ങളായ ഉമ്മത്തുമാർ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് എന്ന് മഹാനായ ശൈഖ് തഖീയുദ്ദീൻ ഫഖീഹി എന്നവർ ഉദ്ധരിച്ചേ കാണാം. അപ്പോ ഛേദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഒരു സംഭവമാണ് മഹാനായ ശൈഖ് ഖലീഫായി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയൊരു കറാമത്താണ്. അതോടൊപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായി ആ കൈ പുറത്തേക്ക് വരുന്നു. അത് ശൈഖ് ഖലീഫായി തങ്ങളുടെ കാരണത്താലാണ് എന്ന നിലക്ക് അവിടുത്തെ കറാമത്തും ബോധ്യപ്പെടുന്നു. ഇത് അംഗീകരിക്കാൻ നമ്മളും നിർബന്ധിതരാണ്. നമ്മൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ, ചരിത്രപരമായി ബോധ്യപ്പെട്ട യാഥാർത്ഥ്യം. അപ്പോ മഹാനായ ശൈഖ് ഖലീഫായി തങ്ങളുടെ മഹത്വമാണ് ഈ കറാമത്തിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. ഇതുപോലെയുള്ള ധാരാളം കറാമത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമ്മളിത് സൂചിപ്പിച്ചത് അവിടുത്തെ ഒരു തബറുക്ക്, അവിടെ നിന്ന് പറയുന്ന ഒരു മാസമായതുകൊണ്ട്, ജുമാദുൽ ഊല ആയതുകൊണ്ട് അവിടുത്തെ ഒരു തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഒക്കെ ശൈഖ് ഖലീഫായി തങ്ങളുടെ മഅയ്യത്ത്, അവിടുത്തെ മദദ്, അതുപോലെ നമ്മുടെ മുഴുവൻ മശായിഖിന്റെയും നാം ഇത് ഒത്തുകൂടാൻ കാരണമായ മൗലാതങ്ങളടക്കമുള്ള നമ്മുടെ മശായിഖുമാർ, മഹത്തുക്കൾ, എല്ലാവരുടെയും മദദുകൾ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും സർവശക്തൻ തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ ബലാ, മുസീബത്ത്, വബാ, താഴ് പോലത്തെ മാരകമായ വിഷമങ്ങള്, രോഗങ്ങള്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, എല്ലാ വിഷമങ്ങളെ തൊട്ട് നമ്മളെയും കുടുംബത്തെയും നാടിനെയും ഒക്കെ അള്ളാഹു സലാമത്താക്കട്ടെ. അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുഷ്യം ലഭിച്ച പൂർണ്ണ ഈമാനോടുകൂടി ലോകത്തോട് പ്രാർത്ഥന ഈ മഹത്തുക്കളോടൊന്നിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയുന്ന ഭാഗ്യവാന്മാരും നമ്മെയും കുടുംബത്തെയും
നമ്മുടെ കൂട്ടായ്മയിലുള്ള മുഴുവൻ ആളുകളെയും നാമുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.